കേരളവുമായി ഭീകരർക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ചുവട് പിടിച്ചാണ് പലപ്പോഴും എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെയും കേരളത്തേക്ക് അന്വേഷണവുമായി വരുന്നത്. ഈ കൊച്ചു കേരളത്തിൽ ഇതിനു മാത്രം ഭീകരർ എവിടെയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് PC ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. പല സ്ഥലങ്ങളും പലരുടെയും കേന്ദ്രങ്ങളാണ്. അവിടെ അവർക്ക് മറികടന്നുകൊണ്ട് ഒരു ചെറുവിരൽ അനക്കാനായിട്ട് നിയമ സംവിധാനങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ വലുതായി പടർന്ന് പന്തലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിസാര കാര്യങ്ങൾ പോലെയാണ് പലപ്പോഴും അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഒക്കെ ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ, എന്തിനധികം ഇപ്പോഴും ISISിലേക്കൊക്കെ ഈ പറയുന്ന ആളുകൾ, യുവജനങ്ങൾ ആടുമേയ്ക്കാനായിട്ട് പോയിട്ടുള്ളത്. പലരും ആടുമേയ്ച്ച് മതിയായപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബ്രിട്ടനിലുള്ള ആയിക്കോട്ടെ, വിദേശത്തുള്ള ആളുകൾ ആടുമേയ്ക്കാൻ പോയവരും ഒക്കെ ഇപ്പൊ ചില യുവതികളൊക്കെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ തിരിച്ചു വരണം എന്നുള്ളത്. എന്തായാലും കേരളം എന്ന് പറയുന്നത് ഭീകരരുടെ ഒരു പൂങ്കാവനമാണ്. അവർക്ക് വളരെ സ്വസ്ഥമായിട്ട് അവരുടെ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യമുള്ളത് എന്ന് പറയുന്ന ഏറ്റവും സുഖകരമായിട്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിൽ നിന്നാണ്. കാരണം കേരള പോലീസ് വ്യത്യസ്ത കാലങ്ങളിലായിട്ട് സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലേക്കൊക്കെ പോയിട്ട്, മുൻപ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കൊക്കെ പോയിട്ട് IS എന്ന് പറയുന്ന ഭീകര സംഘടനയിലേക്ക് ചേരുന്ന 100-ലധികം മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴും അവിടെ ഒരു മലയാളി ഉണ്ട്. ഏതൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോഴും അത് നല്ലതായിക്കോട്ടെ കെട്ടതായിക്കോട്ടെ അതിലൊരു മലയാളി ഉണ്ട്. അപ്പോൾ രണ്ട് സ്വഭാവങ്ങളിലും ഉള്ളവർ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. നമ്മുടെ ബുദ്ധിയെ നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിരുന്നു ഈ വൈറ്റ് കോളർ ടെററിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത്. ഡോക്ടർമാരാവാൻ പഠിക്കുകയാണ്. ജനങ്ങളുടെ, പൊതുജനത്തിന്റെ, മനുഷ്യന്റെ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റേണ്ടുന്ന ഡോക്ടർമാര് പൊട്ടിത്തെറിച്ച് എങ്ങനെയാണ് ഹൂറികളെ കിട്ടാനായിട്ട്, സ്വർഗം പുൽകാനായിട്ട് ശ്രമിക്കേണ്ടത് എന്നുള്ളത് കൂടി കാണിക്കുന്ന തരത്തിലേക്ക് അവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളതിൽ 100-ലധികം പേർ മലയാളികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഭീകരവാദികൾക്ക് കൃത്യമായിട്ടുള്ള വേരൂന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്തരിച്ച VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2017-2020 കാലഘട്ടത്തിൽ നിന്ന് ഒക്കെയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന 4ഓളം ISIS ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ISIS ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ ഇവിടെ പലപ്പോഴും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ISI അല്ല പറയുന്നത്, IS ഭീകര സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. ISI എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ചാര സംഘടനയാണ്. ചാര സംഘടന എന്ന് പറഞ്ഞാലും കയ്യിലിരിപ്പ് എന്ന് പറയുന്നത് ഭീകര പ്രവർത്തനം തന്നെയാണ്. എങ്കിലും ISIS എന്ന് പറയുന്നത് അതിന്റെ ഒരു പടി കൂടി മുന്നിലേക്ക് കയറിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഭീകര പ്രവർത്തന ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. അപ്പൊ കേരളവുമായിട്ട് നോക്കുകയാണെങ്കിൽ അവസാനമായ ഏതാണ്ട് ഒരു 10-15 വർഷം ഇവര് വെക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കേരളവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. 2020 സെപ്റ്റംബർ 16 അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ISിലേക്ക് റിക്രൂട്ടിങ് കാര്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിസ്സാരമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. അപ്പൊ അന്ന് ഈ ഒരു കണക്കാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടാവുന്ന കണക്ക് ഇതിലേറെയാകാനുള്ള സാധ്യതകളുണ്ട്. NIA ആണെങ്കിൽ ആ സമയത്ത് ഏതാണ്ട് 17ഓളം കേസുകൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ 122ഓളം അറസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ പല നെറ്റ്വർക്കുകളും ഉണ്ട്. അവർ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി ആയിട്ടാണ്. അപ്പോൾ അത് പിന്നെ സ്വാഭാവികമായിട്ടും അത് വരുന്നത് കാശ്മീരിലാണ്.
കശ്മീർ ഇവരുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നല്ലോ. അപ്പോൾ ഈ 2021 നവംബർ ഈ മാസം 26-ന് ഔട്ട്ലുക്കിന് ഒരു അഭിമുഖം വരുന്നുണ്ട്. ഈ അഭിമുഖം എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് മുംബൈ ഭീകരാക്രമണ സമയം പങ്കെടുത്ത കസബിനെ പിടിച്ച സംഘത്തിലെ NSG കമാൻഡോ ആയിരുന്ന ബ്രിഗേഡിയർ ഗോവിന്ദ് സിംഗ് സിസോദിയ, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഈ ഔട്ട്ലുക്കിൽ വരുന്നുണ്ട്. എന്നാണ് അത് വരുന്നത്? 2021 നവംബർ മാസം 26-നാണ് ഈ ഒരു അഭിമുഖം അതിൽ വരുന്നത്. അപ്പോൾ ആ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളം ISIS-ന്റെ അതായത് ISIS-ന്റെ സ്ലീപ്പർ സെല്ലുകൾക്ക് ഒരു പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് ശബരിമലയ്ക്ക് അടുത്ത് വനാന്തരങ്ങളിലൊക്കെ ISIS-ന്റെ പതാക കണ്ടു എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതും ഈ കാര്യങ്ങളുമൊക്കെ അതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കൂടാതെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോപ്പിക്കൽ സ്റ്റഡീസിന്റെ ഡയറക്ടർ ആയിരുന്ന ബി രാമൻ എന്ന് പറയുന്ന അദ്ദേഹം അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. അതിൽ പറയുന്നത് കേരളം മാത്രമല്ല, കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് തന്നെ ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനം അത് തമിഴ്നാട്, അതും മഹാരാഷ്ട്രയും ചേർന്നുകൊണ്ട് നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അത്രത്തോളം ആഴത്തിൽ വേരുകളുണ്ട് ഈ ഭീകരവാദ സംഘടനകൾക്ക് എന്നുള്ള റിപ്പോർട്ട് ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ 3 സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഈ 3 സംസ്ഥാനങ്ങൾ ഈ ഭീകരവാദ സംഘടനകൾ എന്തുകൊണ്ടാണ് നോട്ടമിടുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ 3 സംസ്ഥാനങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് ഭീകരവാദികൾ ആ ഒരു ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല? അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇന്ത്യയുടെ ആണവ ബഹിരാകാശ നിലയങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവിടങ്ങളിലൊക്കെ ആയിട്ടാണ് എന്നുള്ളത് ഓർക്കുക. മുംബൈ ഭീകരാക്രമണ സമയത്ത് ബാബ ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് മുംബൈ ഭീകരാക്രമണ സമയത്ത് കൃത്യമായിട്ടും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിലാണ്. കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത സർഫറാസ് നവാസ് എന്ന് പറയുന്ന ലഷ്കർ ഭീകരനെ അറസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. എന്തായിരുന്നു അത്? ഈ കേരളത്തിലെ ഈയുള്ള നെറ്റ്വർക്ക് പാകിസ്ഥാനിൽ നിന്നും ഗൾഫുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് പല ഭാഗങ്ങളിലും ഓരോ സ്പോട്ടുകൾ കണ്ടുപിടിക്കും. ചില സംസ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ഇത് ആസൂത്രണം ചെയ്യും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഗൾഫുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടെത്തുകയും ചെയ്തതാണ്. 2015 വരുമ്പോൾ ആ സമയത്ത് പാരീസ് ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് അന്വേഷണ ഏജൻസികൾ ഉണ്ടല്ലോ, ആ ഏജൻസികൾ കേരളത്തിൽ ഇവരുമായിട്ട് കണക്ഷനുള്ള ഒരു ആളെ ചോദ്യം ചെയ്തിരുന്നു. മൊയ്തീൻ എന്നായിരുന്നു ഇയാളുടെ പേര്. അതിൽ നിന്ന് അവർക്ക് പാരീസ് ആക്രമണം ആസൂത്രണം ചെയ്ത അബ്ദുൾ ഹമീദുമായിട്ട് ഈ മൊയ്തീൻ എന്ന് പറയുന്നയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ആക്രമണം നടന്നത് പാരീസിലാണ്, അന്വേഷണം നടത്തിയത് ഫ്രഞ്ച് അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസി എവിടെ വന്നു? കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ഒരാളെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് അവരുടെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ അറ്റാക്ക് ആസൂത്രണം ചെയ്തവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അതായത് അന്താരാഷ്ട്ര ഏജൻസികൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ഒരു സംഭവം പോലും ഉണ്ടാകുന്നത്. അപ്പൊ കാബൂളിലെ ഗുരുദ്വാരയിൽ നിന്ന് ലോൺ മാൻ അറ്റാക്ക് നടത്തിയവനും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിവരപ്രകാരം എന്ന് പറയുന്നത് മലയാളിയാണ്. അപ്പം മലയാളിക്ക് ഇതിലെല്ലാത്തിലും വളരെയധികം പങ്കുണ്ട്. എല്ലാവരും എന്നല്ല പറയുന്നത്, തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുകയും ഈ തീവ്രമായ ആശയം മനസ്സുള്ളവരെ കണ്ടെത്താനായിട്ട് ഭീകര സംഘടനകൾക്ക്
പ്രത്യേകം സാധിക്കുക. ഇതിനൊക്കെ ഇവർക്കൊരു കോഡുണ്ട്. അപ്പൊ പരിചയപ്പെടുകയും അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയൊക്കെ പരിചയപ്പെടുന്നവരെ വളരെ പെട്ടെന്ന് അവർക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രത്തോളം വിപുലമായ ഒരു ശൃംഖല നമ്മുടെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സമാന്തരമായിട്ട്, അതായത് അതിനെതിരെ ഈ ഒരു ഭീകരവാദ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് നോക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, പല തരത്തിലുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി വളരെയധികം യുവജനങ്ങളെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട്. ചിലത് നമുക്ക് അറിയാൻ കഴിയില്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ഒന്ന് ജോയിൻ ചെയ്തൊക്കെ കഴിയുമ്പോൾ, ചില ഗ്രൂപ്പുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവരുടെ ആശയങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ചില ആശയങ്ങൾ ചില രീതിയിൽ പറഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് മനസ്സിലാവില്ല, ഇവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാവില്ല. പകരം നമ്മൾ അതിലേക്ക് വീണ് പോവുകയും ചെയ്യും. പിന്നീട് ഇവരുടെ ട്രാപ്പിലായി നമ്മൾ. സ്വാഭാവികമായി ഇത് വായിച്ച് ബ്രെയിൻ വാഷ് ആയി അതിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്യധികം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം. അങ്ങനെ ആണ് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത എന്താണ്? ഒരു 16-കാരനെ ISISൽ ചേരാൻ നിർബന്ധിച്ചു എന്നുള്ളത്. അത് ഈ ഒരു ചങ്ങലയുടെ ഏറ്റവും അവസാനം നമ്മൾ കേട്ടിട്ടുള്ള വാർത്തയുടെ അറ്റമാണ്. ഏറ്റവും അവസാനത്തെ വാർത്തയാണ് നമ്മൾ കേട്ട ഏറ്റവും അവസാനത്തെ വാർത്തയാണ് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതിവിടെ നടക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം MEC 7 ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടതാണ്. അതായത് MEC 7 എന്ന് പറയുന്ന ഒരു അതായത് പരിശീലന കളരി, അതിനെ ഹൈജാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനധികം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഈ വായു മലിനീകരണത്തിനെതിരെ നടത്തിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒരു പ്രക്ഷോഭത്തെ അതിനെ ഹൈജാക്ക് ചെയ്യുന്ന സാധ്യതയുണ്ട്. അത് മാവോയിസ്റ്റുകളാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളെ പോലും ഇവർ മനസ്സിലാക്കുകയും അതിലേക്ക് ഇവർക്ക് എങ്ങനെ കയറിക്കൂടാൻ പറ്റുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് മറനീക്കി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, ഇത് നേരത്തെ ഉള്ളതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പണം നൽകി ഇവരെ അതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ഈ പണം മാത്രമല്ല, പണത്തിനോളം പോകുന്നത് പോലെ തന്നെ ആശയപരമായിട്ടുള്ള തീവ്രതയിലേക്ക് അവർക്ക് വലിച്ചടുപ്പിക്കാനായിട്ട്, അവർക്ക് ഇവരെ ചക്ക് ചെയ്ത് എടുക്കാനായിട്ട് കഴിയുന്ന വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു തെളിവുകളാണ് നമ്മൾ ഈ ഏറ്റവും ഒടുവിൽ കണ്ടത് മുഴുവനും. അപ്പോൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പലസ്തീനിലും ഒക്കെ കാണുന്നത് പോലെ ഇവരൊക്കെ വിശുദ്ധ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്തായാലും NIA ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും കരുതലിൽ നമ്മുടെ രാജ്യം പോകുന്നത്. ഒരിക്കൽ പോലും ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത തരത്തിൽ തന്നെ കരുക്കൾ നീക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യവും എപ്പോഴും നിതാന്ത ജാഗ്രതയിൽ തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലുതാണ് നമ്മുടെ അകത്തുള്ള ശത്രുക്കൾ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ISISൽ ചേരാനുള്ള ആശയവും പേറി നടക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വളമേകുന്നവരും അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നവരുമൊക്കെ ഇവിടെയുണ്ട്. അതായത് ഭീകരർ നമ്മുടെ രാജ്യത്തുമുണ്ട്. അതിനെ നമുക്ക് കണ്ണടച്ചു തള്ളിക്കളയാൻ സാധിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.